നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ശൈലറാണി. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ഡൗറി. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും കേട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ ഇന്നും നിലനിൽക്കുന്ന 1961 ഡവറി പ്രൊഹിബിഷൻ ആക്ട് വരുന്നത്. 61 കഴിഞ്ഞ് 2023 നമ്മളെപ്പോലുള്ളവർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു എന്ന് പറയുന്നത് തന്നെ ഒരു ലജ്ജിക്കുന്ന ഒരവസ്ഥയാണ്. ഇന്നും നിലനിൽക്കുന്നതും എന്താ പറയുക, കൊടുക്കാൻ തയ്യാറായിട്ട് പെണ്ണിൻ്റെ വീട്ടുകാരും വാങ്ങാൻ തയ്യാറായിട്ട് ആൺകുട്ടിയുടെ വീട്ടുകാരും നിലനിൽക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്നിട്ടാണ് ഞാനിത് സംസാരിക്കുന്നത്. എനിക്ക് സംസാരിക്കാനുള്ളത് പെൺകുട്ടികളോട് മാത്രം. ഇപ്പം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് എന്താ പറയുക, ഒരു ജന്മം മൊത്തം അവർ ജോലി ചെയ്ത് അല്ലെങ്കിൽ അവർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ സ്വർണവും കുറേ പണവും അല്ലെങ്കിൽ ഒരു കാറും എല്ലാം കൊടുത്തിട്ട് ഒരു പുരുഷനെ നിങ്ങൾ മേടിക്കേണ്ടതുണ്ടോ? ഇതിനെയാണല്ലേ ശരിക്കും ഡവറി എന്ന് പറയുന്നത്. അപ്പോൾ ഡവറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന, നിങ്ങളടുത്ത് വന്നിട്ട് ഡവറി ആവശ്യപ്പെടുന്ന ഒരു പുരുഷനെ പോലും ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങൾ എടുക്കണം. അങ്ങനെ എല്ലാ പെൺകുട്ടികളും എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ നമുക്ക് ഈ ഡവറി എന്ന് പറയുന്ന സാധനത്തെ നമ്മുടെ ഈ സമൂഹത്തിൽ നിന്ന് തന്നെ മാറ്റാൻ പറ്റും. ഒരു എന്ന് വെച്ചാൽ നമ്മൾ ഇനി കല്യാണം കഴിക്കാതിരിക്കുമോ നിങ്ങൾ വിചാരിക്കുക, കാശ് കൊടുത്തിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് വാങ്ങാൻ പറ്റില്ല, സ്നേഹം വാങ്ങാൻ പറ്റില്ല, പ്രണയം വാങ്ങാൻ പറ്റില്ല. ഒരു ബന്ധവും കാശിൻ്റെ മുമ്പേ നിലനിൽക്കുന്നതല്ല. അപ്പോൾ കാശിന് വേണ്ടി വരുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക പേഴ്സണാലിറ്റി ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവം ഇഷ്ടപ്പെട്ട് നിങ്ങളുടെ ഫിസിക്കലി ഇഷ്ടപ്പെട്ടു. സ്വാഭാവികമായിട്ട് ഫിസിക്കൽ ഇഷ്ടപ്പെടലെന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് എന്ന് പറയുന്നത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല, ഒരു ഫിസിക്കൽ ഇൻറ്റിമസി വേണം, അതുകൊണ്ട് ഫിസിക്കൽ അട്രാക്ഷനൊക്കെ വേണം, നിങ്ങൾക്ക് അങ്ങോട്ടും വേണം ഇങ്ങോട്ടും വേണം. അതൊക്കെ മനസ്സിലാക്കി കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട്ണറാണ് വേണ്ടത്. അതല്ലാതെ നിങ്ങളുടെ അപ്പന് എത്ര കാശുണ്ട്, അമ്മയ്ക്ക് എത്ര കാശുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എത്ര കാശ് കൊടുക്കുക, നിങ്ങൾ എന്ത് കിട്ടും. കാരണം മാരേജ് ഒരിക്കലും ഒരു പെണ്ണിന് വേണ്ടി മാത്രമല്ല, രണ്ട് പേർക്കും വേണ്ടിയിട്ടുള്ളതാണ് മാരേജ്. രണ്ട് പേരും കൂടെ ഒരുമിച്ച് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നതിനെയാണ് മാരേജ് എന്ന് പറയുന്നത്. ആ സെറിമണിനെയാണ് വെഡ്ഡിങ് എന്ന് പറയുന്നത്. അത് മാരേജ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് മാരേജ്. അത് ക്യാഷ് കൊടുത്ത് നിലനിർത്താൻ പറ്റില്ല. അതല്ല നിങ്ങളുടെ വീട്ടുകാർ അവരോടുള്ള ഭയങ്കര സ്നേഹം കാരണം, അറേഞ്ച്ഡ് മാരേജ് ആയിട്ടോ അല്ലാതെ ആവട്ടെ, ഏത് തന്നെയാണ് എങ്കിലും നിങ്ങളോടുള്ള സ്നേഹം കാരണം നിങ്ങൾക്ക് കുറേ സ്വർണം തന്നു എന്ന് വെച്ചോളൂ, നിങ്ങൾക്ക് കുറേ പൈസ തന്നു എന്ന് വെച്ചോളൂ, അല്ലെങ്കിൽ കാറ് തന്നു എന്ന് വെച്ചോളൂ. ഇതിൻ്റെ എല്ലാം പൂർണ്ണമായ അവകാശി എന്ന് പറയുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട്. അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഠിത്തത്തിനാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബിസിനസ്സിന് വേണ്ടിയിട്ടാവാം. എന്ത് തന്നെയാണെങ്കിലും അത് നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതായിട്ടുള്ള ഒരു അസറ്റായിട്ട് നിങ്ങളത് വളരെ ബുദ്ധിപൂർവ്വം പ്രയോജനപ്പെടുത്തുക. പിന്നെ കൊച്ചുകുട്ടികളെയൊന്നും അല്ലല്ലോ കല്യാണം കഴിപ്പിക്കുന്നത്. 18 വയസ്സ് കഴിഞ്ഞ് ഏതൊരു സ്ത്രീയാണ് കല്യാണം കഴിക്കുന്നത്. അപ്പോൾ ഒരു ബാങ്ക് ലോക്കർ എടുക്കുക, അല്ലെങ്കിൽ ബാങ്കിൽ സ്വന്തമായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് ഈ ലോക്കാണ്. എനിക്ക് വരുന്ന കേസുകൾ അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഒരു കല്യാണം കഴിഞ്ഞ് പോകുമ്പോഴേക്കും അവൾ കൊച്ചുകുട്ടിയല്ലേ, ഇത്രയും സ്വർണ്ണമൊക്കെ അവളുടെ അടുത്ത് നിന്ന് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് പാരൻസ്, അതായത് ചെക്കൻ്റെ പാരൻസ് മേടിച്ചുകൊണ്ട് പോകും. അവസാനം റിക്കവറി സൂട്ട്, റിക്കവറി ഓഫ് ഗോൾഡ് ഓർണമെൻറ്റ്സ്, മണി, അത് ഇതെന്ന് പറഞ്ഞിട്ട് പിറകെ കുറേ കേസുമായിട്ട് നടക്കാമെന്നല്ല. ആ സമയത്ത് തന്നെ ആ സ്വർണ്ണത്തിന് അവകാശം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തന്നെ ഒരു ബാങ്ക് ലോക്കർ ഓപ്പൺ ചെയ്യുക, ആ സ്വർണ്ണം അവിടെ വയ്ക്കുക. അതിനൊക്കെ എതിര് നിൽക്കണമെങ്കിൽ നിങ്ങൾ വിചാരിക്കുക എവിടെയോ ഒരു ഫേക്ക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരാണ്, എവിടെയോ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ ഒന്ന് മണക്കുക. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പ്രിപ്പയർ ആയിട്ട് സ്വർണ്ണം, നമുക്കിപ്പോൾ കുറേ ഒരു 10 പവൻ്റെ 100 പവൻ്റെ സ്വർണ്ണം ഉണ്ടെന്ന് വെച്ചു, നമ്മുടെ ഹസ്ബൻഡിന് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആവശ്യം വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് സ്നേഹമാണ്. ദാറ്റ്സ് ലവ്, ദാറ്റ്സ് സപ്പോർട്ട്. അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ പർപ്പസ്ഫുള്ളി വന്നിട്ട് അനാവശ്യമായിട്ട് നിങ്ങളുടെ വിസ്മയുടെ കേസ് അറിയാമല്ലോ. വിസ്മയുടെ കേസിൽ എന്തോ കാറ് കൊടുത്തതിനെന്തോ മോശമായിട്ട് പോയിട്ടാണ് അവൻ അത്രയും പ്രശ്നം ഉണ്ടാക്കിയതും ആ കുട്ടിയെ ഏറ്റവും അവസാനം ഇമോഷണലി ഹരാസ് ചെയ്ത് സൂയിസൈഡിലേക്ക് എത്തിച്ചത്. അതൊക്കെ എന്ന് വെച്ചാൽ ഒരു റോങ് റിലേഷൻഷിപ്പാണ്, റോങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ നിങ്ങളൊരു റിയാക്ട് ചെയ്യുക, അയ്യോ കല്യാണം കഴിച്ച് പോയി എന്ന് വിചാരിച്ചിട്ട് ഈ സ്വർണവും പണവും എല്ലാം കൊടുത്തിട്ട് അതും ഇല്ല, റിലേഷൻഷിപ്പും ഇല്ലാത്ത അവസ്ഥയിലേക്ക് വരരുത്. ഡവറി 100% നിങ്ങൾ നോ പറയുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടുകാർ തരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മാത്രം സ്വത്താണ്. പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കേ ഇച്ചിരിയെങ്കിലും ഉളുപ്പ് തോന്നണം കേട്ടോ. അച്ഛൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ചോദിച്ചിട്ട് കുറേ സ്വർണ്ണമൊക്കെ വാരിയിട്ട് വീട്ടുകാരുടെ കഷ്ടപ്പാടുകളെല്ലാം വിട്ട് ഇങ്ങനെ ചമഞ്ഞൊരുങ്ങി നിൽക്കുക. നിങ്ങൾക്ക് ഇച്ചിരിയെങ്കിലും ഉളുപ്പ് തോന്നണം പെൺകുട്ടികൾക്ക്. അതല്ലാതെ നിങ്ങൾക്ക് നല്ല ഭംഗിയായിട്ട് ബ്രൈഡായിട്ട് നിൽക്കുക എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. ഫോറിൻ കൺട്രീസിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഫോറിലുള്ള ഒരു പെൺകുട്ടി അവളുടെ വെഡ്ഡിങ് ഡ്രസ്സ് വരെ, അവൾ ഇടാൻ പോകുന്ന ഓർണമെൻറ്റ്സ് വരെ, അല്ലെങ്കിൽ അവർ നടത്താൻ പോകുന്ന സെറിമണി രണ്ടുപേരും അതിൻ്റെ ചിലവുകളും കാര്യങ്ങളും രണ്ടുപേരും കൂടെ വഹിച്ചിട്ടാണ് ചെയ്യുന്നത്. അതല്ലാതെ അവരുടെ വീട്ടുകാരല്ല അവർക്ക് സ്വർണവും
അവരെ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നത്. അതിന് ഫിനാൻഷ്യലി ഒക്കെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കല്യാണം കഴിക്കുക. അല്ലാതെ വീട്ടുകാരുടെ ഒരു ജന്മം കഷ്ടപ്പെട്ടതും എല്ലാം വാരി വലിച്ചിട്ട് നിൽക്കുന്നതിനോട് ഇച്ചിരിയൊക്കെ ഉളുപ്പൊക്കെ തോന്നിയിട്ടേ വേണ്ടാന്ന് വിചാരിക്കുക കേട്ടോ. എന്നിട്ട് കല്യാണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെ വിവാഹം കഴിക്കാവുന്ന പുരുഷനും നിങ്ങളും കൂടെയുള്ള ഒരു ടുഗദർ ജേണിയാണ് മാരേജ്. ഡവറി ചോദിക്കുന്നത് പോലെ തന്നെ ഡവറി കൊടുക്കുന്നതും കുറ്റകരമാണ്. അതല്ലാതെ വലിയ ക്രെഡിറ്റിൽ നമ്മളെ മാട്രിമോണിയൽ സൈറ്റിലൊക്കെ ഭയങ്കരമായിട്ട് പറയില്ല, മോനെ അത് കൊടുക്കുമോ, അത് കൊടുക്കും, അല്ലെങ്കിൽ വരേണ്ടവിടുത്ത് പറയുന്നത് വെച്ചാൽ എൻ്റെ കുഞ്ഞിന് ഞാൻ അത് കൊടുക്കും ഇത് കൊടുക്കും എന്ന് പറയുന്നതും നിങ്ങൾ അവരെ പ്രലോഭിപ്പിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതിങ്ങനെ നമ്മൾ കൊടുക്കുമെന്ന് പറയുന്നതും കുറ്റകരമാണ്, ചോദിക്കുന്നത് പോലെ തന്നെ. അതുകൊണ്ട് പാരൻസിൻ്റെ അടുത്താണെങ്കിലും പറയുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വെഡ്ഡിങ്ങിൻ്റെ ആ ഡേ തന്നെ കൊടുക്കും. അല്ലെങ്കിൽ മാരേജ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ കുട്ടികളും മക്കളുമായിട്ടുള്ള എല്ലാ റിലേഷൻഷിപ്പും ബ്രേക്ക് ചെയ്ത് ഇത് ഇത്രയും കൊണ്ട് അങ്ങോട്ട് ഒഴിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് നിങ്ങൾ വിടുന്നതാണോ? ഒരു ബന്ധം അമ്മയും മക്കളും അല്ലെങ്കിൽ അച്ഛനും മോളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് ലൈഫ് ലോങ് ഉള്ള ബന്ധമല്ലേ, അത് ഒറ്റ ദിവസം കൊണ്ട് കുറേ ക്യാഷ് കൊടുത്ത് വിടുന്നതല്ല. അപ്പോൾ നിങ്ങൾക്ക് കൊടുക്കാനുള്ള ക്യാഷ് അല്ലെങ്കിൽ സ്വത്ത് ഒക്കെ ആണെങ്കിൽ പിന്നീടാണെങ്കിലും അവർക്കൊരു ആവശ്യം വരുമ്പോൾ, ഇപ്പോൾ എൻ്റെ മോൾക്ക് ഒരു പ്രശ്നം വന്നെന്ന് വെച്ചോളൂ, ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഫിനാൻഷ്യലി അവളെ സപ്പോർട്ട് ചെയ്ത് അവൾ അതിൽ നിന്ന് തിരിച്ചെടുക്കും. അതിൻ്റെ അർത്ഥം അവളെ വെഡ്ഡിങ് ഡേക്ക് കുറേ ഇങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് അയക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. ഞാൻ ഡവറി എന്ന് പറയുന്ന സാധനം അവൾക്ക് കൊടുക്കില്ല. ഞാൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റിലേഷൻഷിപ്പിലേക്ക് അവൾ വരികയാണെങ്കിൽ നല്ല രീതിയിൽ മാരേജ്, അതും എൻ്റെ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ അത് മാരേജ് സെറമണി നടത്തിയിട്ട് അതിലേക്ക് പോകും. എന്നിട്ട് നമ്മൾ ഗിഫ്റ്റായിട്ട് കൊടുക്കാം. നമുക്ക് സന്തോഷം, നമ്മുടെ കുഞ്ഞിനെയാണ്, അവളുടെ ആവശ്യത്തിന് അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ നിർബന്ധമില്ല. അത് നമ്മുടെ ഒരു മനസ്സിൻ്റെ ഇതാണ്, അവരുടെ അവകാശമല്ല. 18 വയസ്സ് മാത്രമേ ഉള്ളൂ പാരൻസിൻ്റെ മക്കളോടുള്ള അവർക്ക് എന്തെങ്കിലും മെയിൻ്റനൻസ് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു നിയമപരമായിട്ടുള്ള ഒബ്ലിഗേഷൻസ്, അല്ലെങ്കിൽ ലയബിലിറ്റി എന്ന് പറയുന്നത്. അതല്ലാതെ 18 കഴിയുമ്പോഴേക്കും അവരവർ സെൽഫായിട്ട് നിൽക്കണം, അവർ സെൽഫായിട്ട് അവരുടെ കാര്യങ്ങൾ നോക്കാനാണ് നിയമം പറയുന്നത്, പെൺകുട്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ. പക്ഷേ ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അനുസരിച്ച് ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു ആൺകുട്ടി ഒന്ന് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ കുറഞ്ഞതൊരു 24-25 വയസ്സാവും. അതുവരെ നമ്മൾ എഡ്യൂക്കേഷൻ കൊടുത്തേ തന്നെ അവർ സപ്പോർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മോളടുത്ത് ഒരു വാക്ക് അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കുന്ന വേറെ അടുത്തല്ല, ഇതെല്ലാം അഡ്വൈസ് എൻ്റെ കുട്ടിക്ക് കൊടുക്കുന്ന അഡ്വൈസ് തന്നെയാണ് ഞാൻ ഇതിലൂടെയും പറയുന്നത്. എഡ്യൂക്കേഷൻ മാത്രം അവൾക്കൊരു സമ്പാദ്യമായിട്ട് ഞാൻ കൊടുക്കുന്നുള്ളൂ. അത് തന്നെയായിരിക്കണം എല്ലാ പാരൻസും ഉണ്ടാവുന്നത്. അവർക്ക് കൊടുക്കാനുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് ഏതെങ്കിലും അവർ ഫിനാൻഷ്യലി അങ്ങനെ സ്ട്രഗിൾ അനുഭവിക്കുന്ന സമയത്ത് കൊടുക്കുക. അതല്ല നമ്മൾ ഉണ്ടാക്കുന്ന കാശൊക്കെ നമ്മുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വാർദ്ധക്യത്തിൽ ഉപയോഗിക്കുക. നമുക്കൊരു വയസ്സാം കാലത്ത് വാർദ്ധക്യത്തിൽ വേൾഡ് ടൂർ നടത്തണമെന്ന് പറഞ്ഞ് ആ സമയത്ത് അസറ്റായിട്ട് വയ്ക്കുക. പെൺകുട്ടികളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സേ നോ ടു ഡവറി, ഒരു ക്യാപിറ്റൽ ലെറ്റർ നോ അട്ടിച്ച് വയ്ക്കുക. ഞാൻ ഡവറി കൊടുക്കില്ല എന്നൊരു ഉറച്ച തീരുമാനം. അതിൻ്റെ അർത്ഥം നിങ്ങൾ നിന്നു പോകുമെന്നൊന്ന് വിചാരിക്കേണ്ട കേട്ടോ. കല്യാണം കഴിക്കാതെ ഞാനങ്ങ് നിന്നു പോവുമോ എന്ന് ഭയക്കേണ്ട. കാശ് കൊടുത്ത് ഞാൻ ഭർത്താവിനെ വാങ്ങില്ല. അതൊരു ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും അങ്ങനെ ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാനിവിടെ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.